മലയാള സിനിമയിൽ ബദൽ സംഘടനയുമായി യുവ സംവിധായകർ ആഷിഖ് അബു, രാജീവ് രവി, ലിജോ ജോസ് പല്ലിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും സംഘടന. പ്രോഗ്രസീവ് ഫിലിം മേക്കിംഗ് അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന നിലവിൽ വരിക. സമത്വം, സഹകരണം, സാമൂഹിക നീതി എന്നീ മൂല്യങ്ങളിൽ വേരൂന്നി പ്രവർത്തിക്കുന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, പുതിയ സംഘടന രൂപീകൃതമാകുന്നു. ഏത് നിലയിൽ ആയിരിക്കും ഈ സംഘടനയുടെ പ്രവർത്തനമെന്നാണ് പ്രാഥമികമായി വ്യക്തമാക്കിയിട്ടുള്ളത്? അഭിലാഷ, ഇതിപ്പോൾ യുവ സംവിധായകരുടെ നേതൃത്വത്തിൽ ആണ് ഈ സംഘടനയ്ക്ക് ഒരു രൂപം നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതലായും തന്നെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലത്തെ ഒരു ആശയമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ പ്രോഗ്രസീവ് ഫിലിം മേക്കിംഗ് അസോസിയേഷൻ എന്ന രീതിയിലേക്ക് ഈ സംഘടന വരുമ്പോൾ കൂടുതലായി തന്നെ അവർ ഉദ്ദേശിക്കുന്നത് നിലവിൽ നിൽക്കുന്ന മലയാള സിനിമയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ഒരുപാട് അപാകതകളടക്കം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വന്നു ചേരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ രംഗത്ത് പൊതുവിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ ഇതെല്ലാം തന്നെ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. ഒരു സമത്വ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അടക്കം കൊണ്ടുപോകേണ്ടതുണ്ട്. പുരോഗമനപരമായ ഒരു അന്തരീക്ഷത്തിലല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഈ ഒരു കാലഘട്ടത്തിന് ചേർന്ന് നിൽക്കുന്ന രീതിയിലല്ല പലപ്പോഴും ഇവിടുത്തെ ഒരു മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നില്ല എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ ഇവരുടേതായി പുറത്തു വന്നിരിക്കുന്ന ഈ കുറിപ്പിൽ നിലനിൽക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കാനാണ് തങ്ങൾ പരിശ്രമിക്കുന്നത് എന്നത് ഒരു ചൂണ്ടുപലകയോടുകൂടി തന്നെയാണ് ഈ സംഘടന ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഇവരുടേതായ രീതി പുറത്തു വന്നിരിക്കുന്ന കുറിപ്പിൽ സംവിധായക അഞ്ജലി മേനോൻ, അതോടൊപ്പം തന്നെ ആഷിഖ് അബു, ലിജോ ജോസ് പല്ലിശ്ശേരി, നടി റിമ കല്ലിങ്കിൽ, ബിനീഷ് ചന്ദ്ര തുടങ്ങിയവരാണ് ഇതിൻ്റെ ഒരു ഇവരുടെ പേരുവിവരങ്ങളാണ് ഇതിലുള്ളത്. ഇതിലേക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കലുകളുണ്ടാകും. അതായത് സിനിമാ രംഗത്ത് നിന്ന് കൂടുതൽ പേർ ഇതിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ ഒരു അന്തരീക്ഷം നമുക്കറിയാം. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പുറത്തു വന്നൊരു സാഹചര്യത്തിൽ നിരവധി പേർ ആരോപണ വിധേയരാകുന്നു. വലിയ രീതിയിൽ തന്നെ ഒരു ആശയപരമായ ഒരു ചേരിതിരിവ് പലപ്പോഴും തന്നെ ഉണ്ടാകുന്നു. ആഷിഖ് അബു തന്നെ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന ഒരാളാണ്. അപ്പോൾ സിനിമാ രംഗത്ത് ആശയപരമായ ഒരു സംഘടനം തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യധാരയിലുള്ള യുവ സംവിധായകരടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. നിശ്ചയമായും ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് വഴി തുറക്കും. അത് സിനിമാ രംഗത്തെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമാണോ, അതോ കൂടുതൽ ആളുകൾ ഇതിലേക്ക് മറ്റുള്ളവരിൽ നിന്ന്, മറ്റു സംഘടനകളിൽ നിന്നടക്കം വരുമോ എന്നൊന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. താരസംഘടനയായ അമ്മയിൽ നിന്നടക്കം ഈ ട്രേഡ് യൂണിയൻ രൂപീകരണ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഡാനി, ഇതിലിപ്പോൾ ഉണ്ടാകുന്ന സംശയം ഇത് സംവിധായകരുടെ മാത്രം ഒരു കൂട്ടായ്മയായ സംഘടനയായിരിക്കുമോ, അതിനപ്പുറത്ത് മറ്റു മേഖലകളിൽ നിന്നുൾപ്പെടെ സിനിമാ പ്രവർത്തകരെ ഉൾക്കൊള്ളിക്കുമോ എന്നുള്ളതാണോ? തീർച്ചയായും അതാണ് ഇനി കൂടുതലായി അറിയേണ്ടത്. കാരണം ഇത് സാങ്കേതിക വിദഗ്ധരുടെ അത്തരമൊരു കൂടിച്ചേർക്കൽ മാത്രമാണോ, അത്തരമൊരു കൂട്ടായ്മ മാത്രമാണോ എന്ന് ലക്ഷ്യമിടുന്നതെന്നത് ഇതുകൊണ്ട് ഈ കുറിപ്പിൽ കൃത്യമായും വ്യക്തമാക്കുന്നില്ല. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നു ചേർന്നേക്കാം. ഈ തൽക്കാലം ഇതിൽ പിന്നണിയിൽ നിന്ന് തന്നെയാണ് ഇത്തരമൊരു ആശയം ഉണ്ടാകേണ്ടത് എന്നതാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്, ആ ഒരു കുറിപ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതിനർത്ഥം ഇതിനകത്ത് തങ്ങൾ മാത്രമാണ് പ്രതിനിധാനം ചെയ്യുക എന്നൊരു സന്ദേശം അതിലില്ല. ഒരുപക്ഷെ അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകാം. സിനിമാ രംഗത്ത് നിന്നുള്ള ഒരു വലിയ രീതിയിൽ തന്നെ മറ്റുള്ളവരെല്ലാം തന്നെ ഇതിലേക്ക് വരുന്ന രീതിയിലാണോ എന്നതും വ്യക്തമാക്കുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ ചർച്ചകൾ ഇനി നടന്നേക്കാമെന്നത് തന്നെയാണ്. അവിടെയാണ് നമ്മൾ അമ്മയിൽ നിന്നടക്കം കുറച്ചു പേർ ഈ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് സംഘടനയെ മാറ്റാൻ കഴിയുമോ, എന്താണ് അതിൻ്റെ ഒരു സാധ്യത എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച നടത്തി എന്ന് പറയുന്നു. ബി ഉണ്ണികൃഷ്ണൻ അതിൽ വിശദീകരിച്ചത്
ഉന്നയിച്ചത്. അത് ഒരു തുടക്കത്തിൽ ചില ആശയങ്ങൾ അത് അവർ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ ഒരു പുതിയ സംഘടനയുടെ തുടക്കം എന്ന രീതിയിലുള്ള ആശയം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും ആ രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വരും ദിവസങ്ങളിൽ അതിൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്നത് സംബന്ധിച്ച് വ്യക്തമാവുകയും ചെയ്യും. അഭിലാഷ്. യെസ്, അതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ അടക്കം വലിയ അഴിച്ചുപണികൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘടനയുമായി യുവ സംവിധായകർ മുന്നോട്ട് എത്തുന്നത്.